അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറല്ലാഹ്. ലോകം കണ്ട നേതാക്കളിൽ ഒന്നാമൻ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നത് അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കൊണ്ട്, പ്രവർത്തന മേന്മകളെ കൊണ്ട്, നിലപാടുകളെ കൊണ്ട്, വരുത്തിയ മാറ്റങ്ങളെ കൊണ്ട് ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. പല പ്രമുഖരുടെയും ഭാഷ്യങ്ങളും സാക്ഷ്യങ്ങളും നമുക്ക് പാരായണത്തിലൂടെ, ഗവേഷണത്തിലൂടെ, അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയും. പരിശുദ്ധ ഖുർആൻ തന്നെയാണല്ലോ ഏറ്റവും വലിയ സാക്ഷ്യം. അത് പ്രവാചകരുടെ വൈശിഷ്ട്യത്തെക്കുറിച്ച്, മേന്മയെക്കുറിച്ചിട്ടുള്ള സാക്ഷ്യങ്ങൾ തന്നെയാണ്. ലോകം കണ്ട എത്രയോ മഹാരഥന്മാർ, വലിയ വലിയ ഇമ്മത്ത് പ്രമുഖർ ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലകളിലെ ചില പ്രമുഖന്മാരുടെ അന്വേഷണത്തെക്കുറിച്ചാണ് ഇവിടെ സാന്ദർഭികം സൂചിപ്പിച്ചത്. 2-3 ദിനങ്ങൾക്ക് മുമ്പാണല്ലോ ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ അനുസ്മരിച്ചു. ഇന്ത്യക്കാർ പ്രത്യേകം. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് ഉണ്ടായിരുന്ന കാലത്തും പിന്നെ ഇവിടെ വന്ന ശേഷവുമൊക്കെ ഉണ്ടായ ചില സാമൂഹ്യ രംഗത്തൊക്കെയുള്ള പോരാട്ടങ്ങൾ ചരിത്രത്തിൽ സുവിദിതമാണ്. കുറച്ച് നല്ല കാര്യങ്ങൾ, ചില സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ വരികൾ ശ്രദ്ധിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ, പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവിടത്തോട് ബഹുമാനവും ആദരവും കൂടുന്നു എന്ന ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയി. ഗാന്ധിജിക്ക് പറയാനുണ്ടായിരുന്ന പല സത്യങ്ങളിൽ ഒന്ന്, ലോകത്ത് ഇസ്ലാമിൻ്റെ പ്രചാരം സാധ്യമായത് വാളിൻ്റെ മേന്മ കൊണ്ടോ വിജയം കൊണ്ടോ അല്ല. പിന്നെയോ ഇസ്ലാമിൻ്റെ പ്രബോധനം ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ സത്യസന്ധതയും സഹിഷ്ണുതയും ഇത്തരം നല്ല മൂല്യങ്ങളെക്കൊണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് പകൽ വെളിച്ചം പോലെ മാലോകർക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രവാചകൻ്റെ പേരിൽ ആക്രമങ്ങളുടെ പാണ്ഡങ്ങൾ, കെട്ടുകൾ കയറ്റി വയ്ക്കാൻ ശ്രമിക്കുന്ന കുറേ പടിഞ്ഞാറിൻ്റെ ആളുകളും അല്ലെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകളും പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ധിക്കാരപരമായൊരു മനോഭാവം. ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഉണർത്താൻ കഴിയും, പക്ഷെ ഉറക്കം നടിച്ച് കിടക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഇസ്ലാമിനെ കൊച്ചാക്കി അവതരിപ്പിക്കണം, അല്ലെങ്കിൽ മതത്തെ വികൃതമാക്കണം. മതത്തെ വികൃതമാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ മുഖ്യമായിട്ടും ഒന്നാം അജണ്ട ഇസ്ലാം തന്നെയാണല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരിക്കുമല്ലോ ഇപ്പോൾ മതനിഷേധികളോ മറ്റോ ഇവിടെ നടത്തിയ ഒരു കോൺഫറൻസിൽ ഇവിടുത്തെ ഒരു ഇടത് സഹയാത്രികൻ പോയി മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടം നീക്കിയ മഹത്വമൊക്കെ വല്ല വാചാലമായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറെ എന്തൊക്കെ പറയാമായിരുന്നു? വിവരക്കേട് വിളമ്പുമ്പോൾ അതിനും വേണ്ടി ഒരു പരിധി, അഭിമാനം. അവർക്ക് അഭിമാനമാണെങ്കിൽ ഇവിടുത്തെ ചില കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ മറ്റുമൊക്കെ ലോകത്തുണ്ടാക്കിയ ചില രക്തച്ചൊരിച്ചിലും കുഴപ്പമൊക്കെ വേണമെങ്കിൽ അയാൾക്ക് അഭിമാനമായി പറയാമായിരുന്നല്ലോ. അപ്പോൾ വിശുദ്ധ ഇസ്ലാം ലോകത്തെ നാനാഭാഗങ്ങളിലേക്കും പ്രചാരം നൽകിയ കൂട്ടത്തിൽ പ്രവാചകൻ്റെ കാലത്ത് തന്നെ ചൈനയിൽ ഇസ്ലാം മത പ്രബോധകർ എത്തിയിരുന്നതായാണ് ചില ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. മഹാനായ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ചൈനയുടെ നയതന്ത്ര പ്രതിനിധി മദീനയിലൊക്കെ വന്നതും സന്ദർശിച്ചതും ഖലീഫയുടെ പ്രതിനിധി ചൈനയിൽ പോയതുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മാവോ സേതൂങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവം മുസ്ലിങ്ങളെ അരക്ഷിതാവസ്ഥയിൽ ആകെ താറുമാറാക്കി. മതപഠനത്തിനൊക്കെ അവിടെ തടസ്സങ്ങളും വിലക്കുകളുമൊക്കെ ഉണ്ടായി. പള്ളികൾ, മദ്രസകൾ തകർക്കപ്പെടുകയോ മ്യൂസിയങ്ങളാക്കിയൊക്കെ പരിവർത്തനപ്പെടുത്തുകയൊക്കെ ചെയ്തത് നമുക്ക് പണ്ടൊക്കെ കേൾക്കാനോ വായിക്കാനോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാരുമൊക്കെ വധിക്കപ്പെട്ടിട്ടും ഒരുപാട് ഉന്നതന്മാർ നേതാക്കളും തടവിലായി. മതസ്വാതന്ത്ര്യം വെറുതെ അത് ഇങ്ങനെ പേരിന് മാത്രം ഒതുങ്ങി.
ഇങ്ങനെയൊക്കെയുള്ള നമുക്കറിയാമല്ലോ. 66-76 കാലത്തെ സാംസ്കാരിക വിപ്ലവകാലം ചൈനീസ് മുസ്ലിങ്ങൾക്ക് വളരെ വളരെ ദുരിതത്തിൻ്റെ കാലമായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് റഷ്യയിലേക്ക് അങ്ങ് പോയാലോ? അവിടെയും ഉണ്ടല്ലോ ചില കമ്മ്യൂണിസ്റ്റ് പരിഷ്കാരങ്ങളും ഒക്കെ വന്നതിൻ്റെ പേരിൽ അവിടെയും ഇസ്ലാമിന് നല്ല പ്രചാരം തന്നെ ഉണ്ടായിരുന്നു. സൂഫി സരണികൾക്ക് അവിടെ നല്ല വേരോട്ടമുണ്ടായിരുന്നു. 1917 റഷ്യ ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്ന് നിരീശ്വരവാദം രാജ്യത്തിൻ്റെ ഔദ്യോഗിക നിലപാടായതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് വളരെ വളരെ ദുരിതങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ മസ്ജിദും മദ്രസയും ഒക്കെ അടച്ചുപൂട്ടി പണ്ഡിതന്മാരൊക്കെ തടവിലാക്കി ഇട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞത്, ഈ ഇടത് സഹയാത്രികന് ഇങ്ങനെയൊക്കെ കമ്മ്യൂണിസം ചെയ്ത ചില കാര്യങ്ങളോ അതിക്രമങ്ങളൊക്കെ വേണമെങ്കിൽ അഭിമാനത്തോടെ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല. അതിന് പകരം കുട്ടികളുടെ തട്ടം നീക്കിയത്ര. എന്തൊരു വിഡ്ഢിത്വം, എന്തൊരു വങ്കത്വം. സ്ത്രീകൾ നല്ല വേഷം ധരിക്കണം, ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. പരിശുദ്ധ ഖുർആൻ മുസ്ലിം സ്ത്രീകൾ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ അവരൊക്കെ ധരിക്കേണ്ട, സ്വീകരിക്കേണ്ട വേഷവിധാനങ്ങളെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ മാന്യത മറയ്ക്കാനാണ്. മുഖമക്കന, മൂടുപടമൊന്ന് താഴോട്ടിടണമെന്ന് ഖുർആൻ്റെ ഭാഷ്യം തന്നെയാണ്. തർക്കമൊന്നുമില്ല. അതൊരു പിന്തിരിപ്പൻ നയമൊന്നുമല്ല. അത് സ്ത്രീകളെ ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി അന്നും ഇന്നുമൊക്കെ ഉണ്ട്. അവരുടെ അഭിമാനം പിച്ച് ചീന്തുക, അവരുടെ സൗന്ദര്യം ആസ്വദിക്കുക, അത് വലിച്ചഴിക്കാം. ഇത് പാടില്ല. കാരണം സ്ത്രീ ഒരു രത്നമാണ്, ഒരു മാണിക്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അവർക്ക് ഉന്നമനം നൽകിയത്, ഇസ്ലാമല്ലേ മോചനം നൽകിയത്. പ്രവാചകൻ്റെ പ്രബോധന കാലത്തിൻ്റെ ചില ഘട്ടങ്ങൾ നമ്മൾ വായിച്ചിട്ടില്ലേ ചരിത്രത്തിൽ. പെൺകുഞ്ഞുണ്ടാകൽ പോലും അന്ന് രക്ഷിതാക്കൾക്ക് താല്പര്യമില്ലത്രയും, അവർക്ക് നാണക്കേടാണ് അത്രയും. അവർക്ക് അപമാനത്താൽ നാണക്കേടിനെ പുറത്തിറങ്ങാൻ കഴിയില്ല. മാറ്റിയെടുത്തില്ലേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്ത്രീകളെ സംരക്ഷിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, അവർക്ക് വിവാഹപ്രായമായ നല്ല പുതിയാപ്പിളയെ കണ്ടെത്തി കൊടുക്കണം എന്ന് മാത്രമല്ല, സ്ത്രീ സംരക്ഷണം സ്വർഗത്തിലേക്കുള്ളൊരു വാതായനം തുറക്കാൻ അത് പര്യാപ്തമാകുമെന്ന് പറഞ്ഞുവെങ്കിൽ ഈ സ്ത്രീ സമൂഹത്തിൻ്റെ രക്ഷയും മോചനവും അവരുടെ അന്തസ്സ് സംരക്ഷിച്ചതും ഇസ്ലാമും പ്രവാചകനുമാണെങ്കിൽ ചരിത്രം എന്തുകൊണ്ട് പഠിക്കുന്നില്ല? ഡോക്ടർ ആനി ബെസന്റിനെ പോലെയുള്ളവരൊക്കെ സ്ത്രീത്വത്തിന് ഇസ്ലാം നൽകിയ മഹത്വത്തെക്കുറിച്ച് വാചാരമായിട്ടില്ലേ? നമ്മൾ ഇപ്പോൾ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞതുപോലെ സ്ത്രീ വിഷയമായാലും സാമൂഹ്യ രംഗമായാലും ഏത് മേഖലയിലായാലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഷ്കരണത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ അജണ്ടകളാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വേഷവിധാനത്തെക്കുറിച്ച് പ്രവാചകനെയോ മതത്തെയോ ഇവിടെ ഇനി ആരും താഴ്ത്തേണ്ട. പണ്ട് ചില ശ്രമങ്ങളൊക്കെ ഉണ്ട്. പ്രാചീന സംസ്കാരങ്ങളൊക്കെ എടുക്കുക. ഇസ്ലാമിൻ്റെ മുമ്പ് തന്നെ ഇപ്പോൾ ബൈബിളിൻ്റെ ചില വരികൾ വായിച്ചാലും, അതുപോലെ ജൂത ചില ആശയങ്ങളുടെ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് നോക്കിയാലും അവരെല്ലാം മൂടുപടം അണിഞ്ഞ് വസ്ത്രം, ശരീരഭാഗങ്ങളൊക്കെ മറയ്ക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതൊക്കെ കാണാൻ കഴിയുമെങ്കിൽ, ഇസ്ലാം മാത്രമല്ല വേറെയും പല സംസ്കാരങ്ങളിൽ ഇത് വളരെ കർശനമായിട്ട് കാണാൻ കഴിയുമെങ്കിൽ, ഇസ്ലാം അതിമനോഹരമായി അതിന് ചില മേഖലകൾ ഉണ്ടാക്കി എന്ന് മാത്രം. പക്ഷേ ഇവിടെ ഇസ്ലാമിനെ വളരെ മനോഹരമായി, അല്ലെങ്കിൽ പ്രവാചകനെ താത്വികമായി നിഷ്പക്ഷമായി വിലയിരുത്താൻ ശ്രമിക്കുന്ന ആരും ഇതൊന്നും ഒരു പഴഞ്ചനാണെന്നോ താത്തി പറയില്ല. അങ്ങനെ ശ്രമിച്ച ഒരുപാട് നേതാക്കൾ ഒരാളാണ് ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നാം ഗാന്ധി ജയന്തിയുടെ അനുസ്മരിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് ബെർണാഡ് ഷാ. ചരിത്രത്തിൽ ശ്രദ്ധേയനല്ലേ? അദ്ദേഹം പറഞ്ഞു, യൂറോപ്പ്, ഇംഗ്ലണ്ട്, ഇസ്ലാം വരാൻ അതൊക്കെ കീഴ്പ്പെടുത്താൻ അതിന് ഇസ്ലാമിന് തന്നെയാണ് അതിന് സാധ്യത എന്ന് പറഞ്ഞ ജോർജ് ബെർണാഡ് ഷാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ഒരു ക്രിസ്തു വിരുദ്ധനല്ല, മനുഷ്യത്വത്തിൻ്റെ ഒരു വിമോചകനാണ്. അതെ, അപ്പോൾ ആക്രമണത്തിന് പ്രേരിപ്പിച്ച ആളാണ് പ്രവാചകൻ, അല്ലെങ്കിൽ അതിക്രമങ്ങൾക്ക് കോപ്പുകൂട്ടിയ ആളാണ് എന്നൊക്കെ ചില പടിഞ്ഞാറൻ ചിന്തകരോ യുക്തിവാദികളോ അല്ലെങ്കിൽ കുബുദ്ധികളോ ഇന്നുമൊക്കെ ചിലത് പറയാനുണ്ടെങ്കിൽ അവരൊക്കെ ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് ഈ പ്രമുഖരുടെ ഭാഷ്യങ്ങളിലൂടെ നമുക്ക്. തോമസ് കാർലൈൽ ഒരുപക്ഷെ ചില വിഭിന്ന ചിന്തകളൊക്കെ ഉണ്ടായേക്കാം ചരിത്രത്തിൽ, എങ്കിലും
പ്രവാചകനെ പുകഴ്ത്തി പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സർ വില്യം മൂറിൻ്റെ വരികൾ ധാരാളം വായിക്കാൻ കഴിയും. മതം സ്വീകരിക്കാത്ത മദീനയിലൊക്കെയുള്ള മറ്റു വിഭാഗങ്ങളോട് പ്രവാചകൻ കാണിച്ച സഹിഷ്ണുതയുടെ തിളക്കവും മനോഹാരിതയുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ചരിത്രം അങ്ങനെയാണല്ലോ, ഇസ്ലാം വന്നതും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ ഇസ്ലാം വന്നത് വാളുകൊണ്ടാണോ? സ്വാമി വിവേകാനന്ദൻ എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദിയർ ഭാരതീയരെ കീഴടക്കിയത് അടിച്ചമർത്തപ്പെട്ടവർക്കും പാവങ്ങൾക്കും ഒരു മോചനമായിട്ടാണ് അനുഭവപ്പെട്ടത്. അങ്ങനെയാണ് നമ്മുടെ ആളുകളിൽ 1/5 മുഹമ്മദീയരായത്. അതെല്ലാം വാളും തീയും കൊണ്ട് നേടിയതാണെന്ന് കരുതുന്നത് ഭ്രാന്തിൻ്റെ ഒരു പര്യായമാണ്, ഭാഗമാണ് എന്നൊക്കെ ഉള്ള ഒരു വിലയിരുത്തലിലേക്കാണ് സ്വാമി വിവേകാനന്ദൻ പോയതെങ്കിൽ, പൊതുവെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടൊക്കെ ലോകത്ത് കാണുന്ന ഏത് അതിക്രമത്വം ഇസ്ലാമിൻ്റെ പിന്നിലൊക്കെ വരുത്താൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ ഒന്ന് അവസരോചിതമായി ഗാന്ധി ജയന്തി കടന്നുപോയത് കൊണ്ട് രാഷ്ട്രപിതാവിൻ്റെ ഒരു വാക്കുകൾ ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. عن ابن عباس رضي الله عنهما أن عبد الرحمن بن عوف وأصحابه له أتوا النبي صلى الله عليه وسلم. അബ്ദുറഹ്മാൻ ഔഫ് മറ്റു അനുചരന്മാരും കൂടി മക്കയിൽ വന്നു. ഫഖാലു യാ നബി അല്ലാഹ്, അവർ പ്രവാചകരോട് പറയുകയാണ്, കുന്നാ ഫി ഇസ്സത്തിൻ, നമ്മൾ നേരത്തെ വലിയ പ്രതാപത്തിലൊക്കെ ആയിരുന്നല്ലോ പ്രവാചകരെ, വനഹൻ മുശ്രിക്കുൻ, ഞങ്ങൾ ഇസ്ലാമിലല്ല മുശ്രിക്കുകളായിരുന്നു. എന്നാ ഫലമ്മ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ച് വന്നപ്പോൾ സിർനാദില്ലത്തൻ, ഞങ്ങൾ വെറുതെ നിന്ദിതരായി പോയി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ എന്തിനും ക്ഷമിച്ചു നിൽക്കണം, നമുക്ക് നേരിട്ടുകൂടെ, ഏറ്റുമുട്ടിക്കൂടെ, ഇതായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ ഖാല മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അവിടെ തിരുത്തി കൊടുക്കുകയാണ്. ഇന്നി ഉമിർതു ബിൽ അഫ്വി, മാപ്പ് നൽകാനാണ് എനിക്കുള്ള കൽപ്പന. അതുകൊണ്ട് ഫലാ തുഖാത്തുൽ ഖൗമ, നിങ്ങൾ ജനങ്ങളുമായിട്ട് വെറുതെ ഇങ്ങനെ ഏറ്റുമുട്ടാൻ പോകരുത് എന്ന് പറഞ്ഞത് ഇബ്നു കസീർ വിശദീകരിക്കാൻ. ഇബ്നു കസീറിൻ്റെ ചില വാചകങ്ങൾ തന്നെ കാണാം, ലാ തഖ്തഹിമു ഫിൽ ഹർബ്, യുദ്ധത്തിലേക്ക് നിങ്ങൾ എടുത്തു ചാടരുത് എന്നൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ. നോക്കുക, യമാമയുടെ ഭരണാധികാരി സുമാമത്ത് ഒരിക്കൽ ഉംറയ്ക്ക് വന്നു. അന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ ഇവിടെയുള്ള ചില ആളുകൾ മനോഭാവം. അദ്ദേഹം തിരിച്ചുപോയപ്പോൾ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ പ്രദേശത്തുനിന്ന് ഭക്ഷ്യധാന്യം തരില്ല. മക്കക്കാർ വിഷമത്തിലായി, അവർ ഇസ്ലാമിൽ താല്പര്യമില്ലായിരുന്നു, പ്രവാചകൻ വിശ്വസിക്കാത്തവർ. ശരി, അവസാനം അവർ വിഷമിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് മുഹമ്മദിനെ തന്നെ സമീപിക്കാം. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃപയുടെയും സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയും ആളാണല്ലോ. പ്രവാചകർക്ക് കത്തെഴുതി. കത്ത് കൈപ്പറ്റിയ പ്രവാചകൻ സുമാമ ഉസാലിന് ഇവിടെ നിർദ്ദേശം നൽകി, അവർക്ക് ധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കണേ, കഷ്ടപ്പെടുത്തരുത്. കണ്ടോ, എത്ര വിനയത്തിലൂടെയാണ് പ്രവാചകന്റെ സമീപനമുണ്ടായത്. ഇതേ സുമാമയെ തന്നെ ഇസ്ലാമിന് മുമ്പ് സ്വഹാബത്ത് ബന്ദിയാക്കിയല്ലോ. പ്രവാചകൻ പറഞ്ഞെന്താ, 2 ദിവസം കഴിഞ്ഞ് ഇസ്ലാം ആവാൻ മനോഭാവമില്ലേ, അദ്ദേഹം പൊയ്ക്കൊള്ളട്ടെ. കണ്ടു, മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം തിരിച്ചുപോയില്ല. ഈ ഒരു പ്രത്യയശാസ്ത്രം വിട്ട് ഞാൻ എവിടേക്ക് പോകാനാണ്, എനിക്ക് വേണ്ടത് ഇസ്ലാം. ഷഹാദ് ചെല്ലുമി ഇസ്ലാം സ്വീകരിച്ച അതേ സുമാമ. ഇങ്ങനെയാണ് ഇസ്ലാം വന്നതെങ്കിൽ ഒരുപാട് അക്രമങ്ങൾ ചെയ്ത താർത്താരികളും മംഗോളിയന്മാരും ഒരുപാട് കഷ്ടപ്പാടുകൾ ഇവിടെ വരുത്തിയല്ലോ. പക്ഷേ അതേ താർത്താരിയും മംഗോളിയന്മാരും ഒക്കെ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന അതിമനോഹരമായ അനുഭവം സൗഹൃദത്തിൻ്റെതാണ്, സഹിഷ്ണുതയുടേതാണ്, വിട്ടുവീഴ്ചയുടേതാണ് ചരിത്രം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നതെങ്കിൽ. അതെ, അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പെൺകുട്ടികളുടെ തട്ടത്തിൽ തട്ടിയും മുട്ടിയുമൊക്കെ വിവാദങ്ങൾ വേണ്ട. എന്ത് വിവാദമുണ്ടായാലും ഇസ്ലാമിൻ്റെ മനോഹാരിത ഇവിടെ നിറഞ്ഞു നിൽക്കും. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉജ്ജ്വലമായ തിളക്കമാർന്ന വ്യക്തിത്വത്തിന് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രമുഖന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, പറയട്ടെ പറയാതിരിക്കട്ടെ, അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകം കണ്ട ഒന്നാമത്തെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ, ആ നേതാവിനെ വീണ്ടും വീണ്ടും പരിചയപ്പെടൂ. ആധുനിക ലോകം പഠിക്കാൻ, അറിയാൻ തയ്യാറാകട്ടെ. ഇസ്ലാമിൻ്റെ മഹിമയും ഇസ്ലാം വരുത്തിയിട്ടുള്ള ജനോപകാരപ്രദമായ നടപടികൾ ആധുനിക സമൂഹം കൂടുതൽ വായിച്ചും നിരീക്ഷിച്ചും സെർച്ച് ചെയ്തും അറിഞ്ഞാൽ അവരെല്ലാം ഇസ്ലാമിനെ, പ്രവാചകനെയും കൂടുതൽ അറിയട്ടെ. ഇസ്ലാമിക സമൂഹം വേണ്ടത് ഒന്നുകൂടി ഇസ്ലാമിലേക്ക് എടുക്കുക, പ്രവാചകനിലേക്ക് എടുക്കുക, അവിടുത്തെ തിരുചര്യകൾ ജീവിതത്തിൽ പകർത്തുക, അവിടുന്ന് നൽകിയ അറിവുകൾ ധാരാളമായി വിശാലമായി പഠിക്കാൻ തയ്യാറാകുക. ഈ അറിവുകളുടെ
പ്രസരണം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ ജാഗ്രതയുണ്ടാകുക. ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.